ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പല രീതിയിൽ കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നത് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ സക്സസ്ഫുൾ ആയിട്ട് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതെന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഓഡിയൻസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യുക, ഇന്ന രീതിയിൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നാൽ നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റിംഗ്, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഓഡിയൻസ് നമ്മളെ പൊട്ടൻഷ്യൽ ഓഡിയൻസ് ആണോ എന്നുള്ളത് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ അത് അറിയാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യത്തിന് വരുന്ന റെസ്പോൺസ് നോക്കുക എപ്പോഴും. അതായത് നിങ്ങളിപ്പോൾ ഒരു പരസ്യം ചെയ്തു, അതിന് വരുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയർ, റെസ്പോൺസ്. അപ്പം ഇത്തരം എൻഗേജ്മെന്റ് നടക്കുന്നുണ്ടോ നോക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1000 പേരോ അല്ലെങ്കിൽ ഒരു 5000 പേരോ 2000 പേരോ നിങ്ങളെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈക്കും കമൻറ്റും ഷെയറും കാര്യങ്ങളും റെസ്പോൺസും നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും റെസ്പോൺസ് വരുന്നു, ഒട്ടും ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡ് പോലും വരുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ 1-2 ലൈക്ക്, 1-2 കമൻറ്റ്, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ്, ഒരു ലീഡ് എന്നൊക്കെ രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആഡ് പോകുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് വാങ്ങാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്ക് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ആഡ് നമ്മളെ പൊട്ടൻഷ്യൽ ഓഡിയൻസിലേക്കാണോ അതോ റോങ് ഓഡിയൻസിലേക്കാണോ പോകുന്നതെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആഡുകൾ മാക്സിമം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോർമൽ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നതിലും റെസ്പോൺസ് കൂടുതൽ വീഡിയോ ആഡ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ വീഡിയോ ആഡുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിൽ ഡയറക്റ്റ് സെയിൽ പറയരുത് എന്നുള്ളതാണ്. പകരം അവർക്ക് എന്താണ്, എന്തെങ്കിലും ഒരു വാല്യൂ കണ്ടന്റ് കൊടുക്കുക, ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, വാല്യൂബിൾ ഇൻഫർമേഷൻ കൊടുക്കുക. അതായത് കേൾക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഒരു റെസ്പോൺസ്, അറ്റ്ലീസ്റ്റ് അവർ ലൈക്ക് എങ്കിലും ചെയ്യും ആ ഒരു വീഡിയോ. ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ്. ചിലപ്പം നിങ്ങളൊരു ലീഡ് ജനറേഷനോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബട്ടൺ വെച്ചുള്ള ക്യാമ്പയിനോ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കസ്റ്റമേഴ്സിനെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന, അവരെ ഫീലിങ്സിനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെയിൽസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അത് ലീഡ് ജനറേഷൻ്റെ കേസിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റ് എൻഗേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ലൈക്ക്, കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ പേജിന് ലൈക്ക് കൂട്ടാനുള്ള ഒരു ക്യാമ്പയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പേജിന്റെ ലൈക്കുകൾ കൂടാനുള്ള ചാൻസസ്, അപ്പം അങ്ങനെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ആ രീതിയിൽ മാക്സിമം വീഡിയോ ആഡുകൾ വെച്ചിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാച്ചിങ് വിഷ്വൽസ്. നിങ്ങളെ വിഷ്വൽസ് എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം ഒരു കണ്ടന്റ് ആയിരിക്കണം. അതായത് നിങ്ങളിപ്പം ഒരു പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡിസൈൻ്റെ മുന്നിൽ, ആ ഒരു ക്രിയേറ്റീവിൻ്റെ മുന്നിലിരിക്കുക. ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിന് റെസ്പോണ്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ ആ ഒരു ക്രിയേറ്റീവ് സെക്ഷൻ എന്ത് ചെയ്യുക, പരസ്യത്തിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റീവ് സെക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അപ്പം ഞാൻ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഫ്രീ ടൈമിൽ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില ആഡുകൾ എൻ്റെ ശ്രദ്ധ ആകർഷിക്കും. ഞാൻ ഒന്ന് സ്റ്റെക്കാവും, അവിടെ സ്റ്റെക്കായിട്ട് ഞാൻ ഒന്ന് നോക്കും. അപ്പം അങ്ങനെ എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ആഡുകൾ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അത് ടെലിഗ്രാമിൽ സേവ്ഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ അതിലിട്ട് വെക്കും. അതിലിട്ട് വെച്ചിട്ട് ഞാൻ അടുത്തൊരു ക്രിയേറ്റീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ റെഫർ ചെയ്യും. ഇമേജസ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ അത് റെഫർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കും ആ രീതിയിൽ എന്ത് ചെയ്യാം, ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിലോ ഇത് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കോമ്പറ്റേറ്റേഴ്സ് റണ്ണ് ചെയ്യുന്ന ആഡുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ടൂൾ ഉണ്ട്, facebook.com/ads/library എന്ന് പറഞ്ഞ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് റൺ ചെയ്യുന്ന ആഡുകൾ കാണാൻ പറ്റും.
അപ്പോൾ അവർ റെഗുലറായിട്ട് റൺ ചെയ്യുന്നത് ഏത് ആഡുകളാണ്, ഏത് ക്യാമ്പയിൻസ് ആണ്, എന്ത് ഡിസൈനാണ് അവർ കൊടുക്കുന്നത്, ഇമേജ് ആണോ, കരോസലാണോ, വീഡിയോ ആണോ, ഏത് ക്യാമ്പയിൻ ആണ്, ലീഡ് ജനറേഷൻ ആണോ, വാട്സപ്പ് ബട്ടൺ ആണോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്യാപ്ഷൻസ് ആണ് അവർ കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നമ്മളെ ആഡ് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വാട്സപ്പിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടും ഞാനൊരു ക്രിയേറ്റീവ് സെക്ഷൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതെന്ത് ചെയ്യും, അവർക്ക് ഷെയർ ചെയ്യും. എന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കും. എന്നിട്ട് അവർ പറയുന്ന നല്ല കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കീപ് യുവർ കണ്ടന്റ് ഷോർട്ട് ആൻഡ് ക്ലിയർ. അതായത് പല ആഡുകളും ഞാൻ കണ്ടിട്ടുണ്ട്, ഇമേജസ് കൊടുത്തിട്ട് ഒരുപാട് കണ്ടന്റ് വലിച്ചു വാരി അങ്ങ് എഴുതും. ചെയ്യരുത് അങ്ങനെ. ഏറ്റവും ഷോർട്ടായിട്ട് ആൾക്കാരെ ഏറ്റവും പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല 1-2 സെന്റൻസ് കൊടുക്കുക. അത് നിങ്ങളൊരു വീഡിയോ ആണ് ചെയ്തതെങ്കിലും വളരെ കൺവിൻസിങ് ആയിട്ടുള്ള, ആൾക്കാരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് മെസ്സേജ് കൊടുക്കുക. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കണ്ടന്റുകൾ വലിച്ചു വാരി എഴുതാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കോൾ ടു ആക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം എൻ്റെ പേജിന് ലൈക്ക് കൂട്ടാനുള്ളൊരു ആഡാണ് ചെയ്യുന്നത്, ഒരു വീഡിയോ ആഡാണ്. അപ്പം ഞാൻ ആ വീഡിയോൻ്റെ എൻഡിൽ പറയാണ്, നിങ്ങൾക്ക് ഇത്തരം നല്ല വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ പേജ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് എൻഗേജ് ചെയ്യാണ്, പോസ്റ്റ് എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ പോസ്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും താഴെയുള്ള ബട്ടണിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു സെയിൽസിൻ്റെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു ലീഡ് ജനറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു ആഡിൽ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര % ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ പെട്ടെന്ന് എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൾ ടു ആക്ഷൻ മെസ്സേജ് ആ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക. ഒരു സ്ട്രോങ് കോൾ ടു ആക്ഷൻ കൊടുക്കുക എപ്പോഴും നിങ്ങൾ ഏതൊരു ആഡ് ചെയ്യുന്ന സമയത്തും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് റൺ ചെയ്യുക. പലരും ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ ഡയറക്റ്റ് ഒരു 1000 രൂപയ്ക്ക്, 1500 രൂപയ്ക്ക്, 2000 രൂപയ്ക്ക് പരസ്യം ചെയ്യും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ അമൗണ്ടിന് ഒരു 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ എന്ത് ചെയ്യുക, ഒരു 5 ആഡ് അല്ലെങ്കിൽ ഒരു 3-5 ആഡുകൾ റണ്ണ് ചെയ്തിട്ട് അതിൽ ഏതാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ആ നല്ലോണം പെർഫോം ചെയ്യുന്നതിന് നിങ്ങൾ 500 രൂപയോ 800 രൂപയോ 1000 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റ് റൺ ചെയ്യുക. ഫസ്റ്റ് ഏതൊരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ടെസ്റ്റ് റൺ ചെയ്യുക. ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ടെസ്റ്റ് റൺ ചെയ്യുക. അപ്പം ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പരസ്യം ചെയ്യുന്ന സമയത്ത് സീരിയസ്ലി നിങ്ങളെ ബിസിനസ്സിന് വേണ്ടി, ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പരസ്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കുക. അപ്പോൾ തന്നെ ഇത്തരം നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത്ര നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒപ്പം തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.